സർക്കാരിന്റെ ടൗൺഷിപ്പ് പൊങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ടൗൺഷിപ്പും ഉണ്ടാകുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ നേതാവേ സിദ്ദീഖെ വി ഡി സതീശ, നാണമുണ്ടോ നിങ്ങൾക്ക്? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും നോക്കുകുത്തികളാക്കി പേരിനൊരു തറക്കല്ലിട്ട വയനാട് ചൂരൽമലയിലെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വ്യാമോഹത്തിൽ കെട്ടിയെടുത്ത കല്ലുണ്ടല്ലോ, തറക്കല്ല്. പട്ടിക്ക് മൂത്രമൊഴിക്കാൻ പോലും ആ കല്ല് അവിടെ ഇല്ല എന്നുള്ളതാണ്. തരിശു ഭൂമിയായി മാറിയിരിക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ ആ നാട്ടിലേക്ക് മാധ്യമപ്രവർത്തകർ ചെന്നിട്ട് ചോദിക്കുക, ഈ തരിശു ഭൂമിയിൽ ഉണ്ടായിരുന്ന കല്ലെവിടെ? ആർക്കറിയാമെന്ന് നാട്ടുകാർ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർമ്മാണത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള അനുമതി എവിടെയെങ്കിലും തേടിയിട്ടുണ്ടോ? ഒന്നുമില്ല. തരിശു ഭൂമിയായി, ഒരു മരുഭൂമിയായി 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഏരിയ മാറി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ നാട്ട് മുഴുവനും, ഈ രാജ്യം മുഴുവനും കരഞ്ഞു തീർത്ത, ഈ നാട് മുഴുവനും ദുരന്ത ഭൂമിയായി പ്രഖ്യാപിച്ച് വലിയ രീതിയിലുള്ള വിഷമക്കയത്തിലേക്ക് കടന്നുപോയ ഒരു വിഷയത്തിലാണ് കോൺഗ്രസിൻ്റെ ഈ കൃത്യമായ വാക്കുപാലിക്കാതെയുള്ള പ്രവർത്തനം എന്നുള്ളതാണ്. ഒരു വാക്കുപാലിക്കാൻ കോൺഗ്രസ് ഇങ്ങനെ നാട് നീളം പുതിയുകയാത്രയായി സതീശൻ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഇനി വാക്ക് പാലിക്കുമെന്ന് വിശ്വസിക്കുക? ഈ നാട്ടിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ കോൺഗ്രസിൽ ഇനി എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തേണ്ടത് എന്നുള്ളതാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ അച്ചടക്കമുള്ള ഭരണ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട് 475 വീടുകൾക്ക് മുന്നോടിയായി 178 വീടുകൾ കൃത്യമായി നിർമ്മിച്ച് താക്കോൽ കൊടുത്ത് 3ാം വട്ട തെരഞ്ഞെടുപ്പിന് പിണറായി സർക്കാർ ഒരുങ്ങുമ്പോഴാണ് അന്ന് മുതൽ ഇന്ന് വരെ എത്ര വീട് പണിയുമെന്നുള്ളതിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അവരുടെ ദേശീയ അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയെയും പെങ്ങളായ പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന ഒരു കല്ലിട്ടിട്ട് ആ കല്ലിട്ട സ്ഥലത്ത് ഇപ്പോൾ തരിശു ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണുനീരിനെ, ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷമത്തെ, ദുരന്തത്തിലാണ്ട് പോകുന്ന സാധാരണ മനുഷ്യരെ കോൺഗ്രസും UDF-ഉം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ ഉദാഹരണമല്ല, നേർചിത്രമായി മാറുകയാണ് ചൂരൽമലയ്ക്ക് അടുത്തുള്ള പുറമ്പോക്കായി മാറിക്കിടക്കുന്ന തരിശു ഭൂമി എന്നുള്ളതാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന്, കോൺഗ്രസ് വന്നാൽ നാട് നന്നാവുമെന്ന്, ഞങ്ങളിവിടെയെല്ലാം ഉഴുതുമറിക്കുമെന്ന് നാട് നീളെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ ഏതെങ്കിലും ജനങ്ങൾ, വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മല കയറി വയനാട് വരെ ഒന്ന് പോകണം. ആ ഭൂമിക്ക് ചുറ്റും തരിശു ഭൂമിയായി കിടക്കുന്ന നിലമൊന്ന് കാണണം. അവിടെ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞ വാക്ക് ലംഘനമുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടില്ലായ്മയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഈ നാട്ടിൽ കാണിച്ചു വെക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മയ്ക്കും ഉത്തമോദാഹരണമായി കണ്ണീർ കയത്തിന് തൊട്ടടുത്ത് ഒരു തരിശു ഭൂമി, മരുഭൂമിയായി കിടക്കുന്നുണ്ടെന്ന് കേരളമേ കാണാതെ പോകരുത്.